നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കേരളം പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട്ടിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ആഹ്ലാദകരം. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ബിനോയ് വിശ്വത്തിന്റെ നടപടി ബാലിശം. 2 സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്നും VD സതീശൻ. കോൺഗ്രസ് നേതാവ് TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. പോസ്റ്റർ പ്രചരണത്തിനു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാകാൻ ഇടയില്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ വസ്ത്രവുമായി എത്തിയ പിതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഭാര്യ പിതാവ് അറസ്റ്റിൽ. മർദ്ദനമേറ്റത് ചേലക്കോട് സ്വദേശി സുലൈമാന്. അറസ്റ്റിലായ ചേലക്കോട് കായികരിക്കുന്നത്ത് മൊയ്തു റിമാൻഡിൽ. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നെടുമ്പുര പുതുശ്ശേരി പൊന്നാനി ലിങ്ക് റോഡ് തകർച്ചയിൽ. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സത്വര നടപടി വേണമെന്ന് ആവശ്യം. പ്രതിഷേധ സമരവുമായി BJP. വാർത്തകൾ വിശദമായി. കേരളം പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം രാഹുൽ ഗാന്ധി വിജയിച്ച 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാർക്ക് സന്തോഷം പകരുന്നതാണെന്നും VD സതീശൻ പറഞ്ഞു. 2 സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്ന് ബിനോയ് വിശ്വത്തിന് മറുപടിയായി VD സതീശൻ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത് ഏവർക്കും ആഹ്ലാദം പകരുന്നതാണെന്ന് VD സതീശൻ പറഞ്ഞു. 2 സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്ന് ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തിന് മറുപടിയായി VD സതീശൻ ചൂണ്ടിക്കാട്ടി. 2 സ്ഥലത്ത് മത്സരിച്ചാൽ 1 സ്ഥലത്ത് രാജിവെക്കുമെന്നത് സ്വാഭാവികമാണ്. ഇന്ത്യയിലെ പല നേതാക്കളും അങ്ങനെ മത്സരിച്ചിട്ടും ജയിച്ചിട്ടുമുണ്ട്. നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ മാത്രം മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇവർ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുകയാണ്. ഇന്ത്യയുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ബന്ധമാണ് പ്രിയങ്കയ്ക്ക്. ഏതോ സംസ്ഥാനത്ത് പോയി MP-യായ V മുരളീധരന്റെ പരാമർശത്തിന് മറുപടിയില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാർ 2 സ്ഥലത്ത് മത്സരിക്കുന്നത്? 2 സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ലല്ലോ, ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത്. 2 സ്ഥലത്തും മത്സരിച്ച് 1 സ്ഥലത്ത് രാജിവെക്കും, 2 സ്ഥലത്തും തെരഞ്ഞെടുക്കപ്പെട്ട. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം. നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു, കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത്. CMRL വിഷയത്തിൽ പാർട്ടിയുടെ അനുമതിയോടെയാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. വിചാരണ കോടതിയിൽ തള്ളിയാൽ അപ്പീൽ പോവുക സ്വാഭാവികം. നിയമപരമായി വിഷയത്തിൽ പോരാടും. ശല്യക്കാരനായ വ്യവഹാരിയല്ല മാത്യു. ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിന് ഒരു കാരണമാണ് മാസപ്പടിയെന്നും VD സതീശൻ പറഞ്ഞു. കാഫിറെന്ന കള്ളപ്രചരണം നടത്തിയത് CPM ആണ്. സംഘപരിവാർ നാണിച്ചുപോകുന്ന നടപടിയാണ് CPM ചെയ്തത്. ജയിക്കാൻ എന്ത് വൃത്തികേടും ചെയ്യുന്ന സംഘമായി CPM മാറിയെന്നും സതീശൻ ആരോപിച്ചു. ആർക്കു വേണമെങ്കിലും പോസ്റ്റർ ഒട്ടിക്കാമെന്ന് തൃശൂരിലെ പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട് VD സതീശൻ പ്രതികരിച്ചു. ബോധമില്ലാത്തവരാണ് ഇത്തരം പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത്. പോസ്റ്ററുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല പാർട്ടി രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതെന്നും മാധ്യമങ്ങൾ ചെന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കൂടുതലായി പതിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന നെടുമ്പുര പുതുശ്ശേരി പൊന്നാനി ലിങ്ക് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി BJP വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം SC മോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് VC ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇനിയും വലിയ സമരപരിപാടികളിലേക്ക് പാർട്ടിക്ക് പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഈ ജനകീയ പ്രതിഷേധം, ഈ പ്രതിഷേധ സമരങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ റോഡുകൾ എത്രയും പെട്ടെന്ന് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. നമുക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒട്ടനവധി റോഡുകള്, പാലങ്ങള്, കൾവർട്ടുകള് തുടങ്ങിയ നിരന്തര പണി, കോടിക്കണക്കിന് രൂപയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. പ്രതിഷേധ സമരത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രബിത നന്ദകുമാർ അധ്യക്ഷയായി. മണ്ഡലം സെക്രട്ടറി PG രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PR രാജകുമാർ, മണ്ഡലം സെക്രട്ടറി ലിജിത ഷാജി, BJP പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CP നാരായണൻ, യുവമോർച്ച പ്രസിഡന്റ് KR രഗിൽ,
ജനറൽ സെക്രട്ടറി സജീഷ്, യുവമോർച്ച പഞ്ചായത്ത് സെക്രട്ടറി ഷെജീം, എം ധനേഷ്, കൃഷ്ണദാസ്, അഖിൽ, പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി.ജി. പ്രദീപ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ധന്യ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. DCC ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബ് റോഡിലുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിലെ പോസ്റ്റർ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാകാൻ സാധ്യതയില്ലെന്ന് DCC പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ടി.എൻ. പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പോസ്റ്ററിലെ പ്രധാന ആവശ്യം. RSS സംഘപരിവാർ ഏജന്റ് ടി.എൻ. പ്രതാപനെ ഒറ്റപ്പെടുത്തുക, മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത്. ടി.എൻ. പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമാണെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3-അംഗ സമിതി തൃശൂർ DCCയിൽ തെളിവെടുപ്പിന് എത്തിയതിനിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം തൃശൂരിലെ പോസ്റ്റർ പ്രചരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ സാധ്യതയില്ലെന്ന് DCC പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു. കർശന നിർദ്ദേശത്തിന് ശേഷവും പോസ്റ്റർ ഒട്ടിച്ച സാഹചര്യം പരിശോധിക്കുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിൽ മക്കൾക്ക് പെരുന്നാൾ വസ്ത്രവുമായി എത്തിയ പിതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഭാര്യാപിതാവ് പിടിയിൽ. ചേലക്കോട് കായ്കറികുന്നത്ത് വീട്ടിൽ 63 വയസ്സുള്ള മൊയ്തുവിനെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ചേലക്കോട് കുണ്ടപ്പാടം വീട്ടിൽ സുലൈമാന് മർദ്ദനമേറ്റത്. സുലൈമാന്റെ പരാതിന്മേലാണ് നടപടി. കുടുംബ വഴക്കിനെ തുടർന്ന് 4 മാസമായി ഭാര്യയുമായി അകന്ന് താമസിക്കുന്ന സുലൈമാൻ മക്കൾക്ക് പെരുന്നാൾ വസ്ത്രം നൽകാനായി ഞായറാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം നടക്കുന്നത്. വീടിന്റെ മുൻവശത്ത് 5 വയസ്സ് പ്രായമുള്ള രണ്ടാമത്തെ മകളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന സുലൈമാനെ റസിയയുടെ മാതാപിതാക്കൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ സുലൈമാൻ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സുലൈമാനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സുലൈമാന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേലക്കര പോലീസ് നടത്തിയ തുടരന്വേഷണത്തിലാണ് ഭാര്യാപിതാവ് മൊയ്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ എക്സിബിഷൻ ജൂൺ 20 മുതൽ 23 വരെ പാലക്കാട് പിരായിരിയിൽ നടക്കും. 38 ചിത്രകാരന്മാരുടെ 182 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് കോർഡിനേറ്റർ ടി ശബരിഗിരീഷ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രകലയിലേറെ അധ്വാനവും സൂക്ഷ്മതയും വേണ്ട മാധ്യമമാണ് ജലഛായം. പുതുതലമുറ അക്രിലിക് ഓയിൽ പെയിന്റുകളിലേക്കാണ് ഏറെ ആകർഷിക്കപ്പെടുന്നത്. ജലഛായ ചിത്രകാരന്മാർക്ക് പ്രയോജനകരവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനായാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ചിത്രകലാകാരന്മാരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും എക്സിബിഷൻ വേദിയാകും. ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സിബിഷന് മുന്നോടിയായാണ് കേരളത്തിൽ എക്സിബിഷൻ നടത്തുന്നതെന്നും ശബരിഗിരീഷ് പറഞ്ഞു. ചിത്രകാരന്മാരായ ഷെറിൻ ഫെറ, ശങ്കരൻ ഉണ്ണി, ജഗന്നാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മൊഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തടയാൻ സഹായകമാവും. സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തുന്നത് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നാണ്. അതിർത്തി കടന്ന് ഇവയെ നേരിടാൻ കേരള എക്സൈസിന് നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അയൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് മികച്ച പ്രവർത്തനമാണ് എക്സൈസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും നടത്തുന്നത്. ഇത്തരത്തിൽ എക്സൈസ് എടുക്കുന്ന കേസുകൾ ഇതിന് തെളിവാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ലഹരി കടത്ത് തടയുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും. എൻഫോഴ്സ്മെന്റിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ലഹരി വിരുദ്ധ പ്രചരണത്തിനും ഈ വർഷം കൂടുതൽ പ്രാധാന്യമുണ്ടാവും. വലിയ മാതൃക നാം ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒരു വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. സെൻട്രൽ സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ N. അശോക് കുമാർ അധ്യക്ഷനായി. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V. റോബർട്ട്, സർക്കിൾ ഇൻസ്പെക്ടർമാരായ MF സുരേഷ്, A. ജിജി പോൾ, G. പ്രശാന്ത്, സംഘടനാ നേതാക്കളായ R. മോഹൻകുമാർ, TB ഉഷ, N. സന്തോഷ്, K. ജഗ്ജിത്ത്, VR. സുനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രഷറിയിൽ സമർപ്പിച്ച കരാറുകാരുടെ മുഴുവൻ ബില്ലുകളും മാറി നൽകാൻ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
മുണ്ടൂർ TNS ഹാളിൽ നടന്ന ജില്ലാ കൺവെൻഷൻ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PM ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമ്മുടെ ആളുകളുടെ ബോധ്യം എന്തൊരു മഹത്തായ കാര്യം എന്നാണ്. അതാണല്ലോ പാട്ട് അങ്ങനെ എഴുതി, എന്ത് നല്ല തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടൽ. അതുപോലെയാണ് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായി ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ച നികുതി പണം പോലും തരാത്തവന്റെ കാല് നക്കണ ഒരു സമീപനം നമ്മുടെ നാട്ടിൽ ഉണ്ടായി. എല്ലാവരും അങ്ങനെയാണോ? അല്ലാതെ എന്താ പറയുക, നിങ്ങളുടെ പണം തരില്ല, നിങ്ങൾ നികുതി പിരിച്ച പൈസ തരില്ല, നിങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എന്നിട്ട് കുറെ ആളുകൾ അതിന്റെ കാലിൽ കീഴിൽ പോയി നിന്നിട്ട് പറയാണ് അത്ഭുതകരമായ നേട്ടം. കൺവെൻഷനിൽ NA നാരായണൻകുട്ടി അധ്യക്ഷനായി. ചടങ്ങിൽ സംഘടനയുടെ അംഗമായ മരണമടഞ്ഞ പറളി KV കൃഷ്ണന്റെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപയുടെ ധനസഹായം PA ഗോകുൽദാസ് കുടുംബത്തിന് കൈമാറി. പരിപാടിയിൽ വെച്ച് SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി OC ശിവൻ, ജില്ലാ സെക്രട്ടറി D ഗോപിദാസ്, സുരേഷ് മുണ്ടൂർ, ജയപ്രസാദ്, M വിശ്വനാഥൻ, MV പുഷ്പാകരൻ, S ശിവപ്രസാദ്, A ശശി, K കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. ബെഫി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് സ്വീകരണം നൽകി. കേരള ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MP-യുമായ NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോയ നരേന്ദ്രമോദിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ അധ്യക്ഷനായി. BEFI ജില്ലാ സെക്രട്ടറി A രാമദാസ്, മുൻ MLA TK നൌഷാദ്, BEFI അഖിലേന്ത്യാ പ്രസിഡന്റ് CJ നന്ദകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സനിൽ ബാബു, MS കറിയ, PH വിനീത, V ശിവദാസ്, V ഉണ്ണികൃഷ്ണൻ, K മഹേഷ്, R രാജീവൻ, ഉദയഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട്ടിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ആഹ്ലാദകരം. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ബിനോയ് വിശ്വത്തിന്റെ നടപടി ബാലിശം. 2 സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായല്ലെന്നും VD സതീശൻ. കോൺഗ്രസ് നേതാവ് TN പ്രതാപനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ. പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. പോസ്റ്റർ പ്രചരണത്തിനു പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാകാൻ ഇടയില്ലെന്ന് തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ വസ്ത്രവുമായി എത്തിയ പിതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഭാര്യ പിതാവ് അറസ്റ്റിൽ. മർദ്ദനമേറ്റത് ചേലക്കോട് സ്വദേശി സുലൈമാന്. അറസ്റ്റിലായ ചേലക്കോട് കായികരിക്കുന്നത്ത് മൊയ്തു റിമാൻഡിൽ. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നെടുമ്പുര പുതുശ്ശേരി പൊന്നാനി ലിങ്ക് റോഡ് തകർച്ചയിൽ. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സത്വര നടപടി വേണമെന്ന് ആവശ്യം. പ്രതിഷേധ സമരവുമായി BJP. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.